നമസ്കാരം. തോൽവികൾ ഏറ്റുവാങ്ങാൻ PV അൻവറിന്റെ ജന്മം ഇനിയും ബാക്കിയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചിലതൊക്കെ കാണുമ്പോൾ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. സത്യത്തിൽ PV അൻവറിനെ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്, ഇത്രയും ഗതികെട്ട ഒരു രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായി കാണില്ല, ഇനി ഉണ്ടാകാനും സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോക്കൂ, കോഴിക്കോടിലെ DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ MLA നടത്തിയ ഒരു പ്രതികരണം എന്തായിരുന്നു? ബേപ്പൂരിൽ PV അൻവർ തോൽക്കാൻ കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മയാണെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം എടുത്തുകൊണ്ട് PV അൻവർ അതിരൂക്ഷമായിട്ട് കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്ത മനഃപൂർവ്വം മുക്കിയിരിക്കുകയാണ്. PV അൻവറിന് KT ജലീൽ ഒരു ഉപദേശവും കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് PV അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. ഈ PV അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമായിട്ട് ഒരു മാധ്യമവും പുറത്തു വിട്ടിട്ടില്ല കേട്ടോ, അവർ വായിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാനിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. അതായത് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ചേർത്ത് നിർത്തിയവർ തന്നെ പിന്നിൽ നിന്ന് കുത്തി ചതിച്ചു എന്നാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. ചതിച്ചതാര്? ചന്തു തന്നെ. മഷിയിട്ട് നോക്കേണ്ട കാര്യമില്ല എന്നാണ് പ്രവീൺകുമാറിന്റെ പ്രസംഗം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് വായിക്കാൻ കേട്ടോ. എങ്ങനെയാണ് തുടങ്ങുന്നത്? ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ പിണറായിസത്തിനും മരുമോനിസത്തിനും കുടുംബാധിപത്യത്തിനും എതിരായി ഞാൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് 102 സീറ്റിന്റെ ഉയരത്തിലേക്ക് ചവിട്ടിക്കയറാൻ UDFനെ പ്രാപ്തമാക്കിയത്. അതായത് UDF ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ പിണറായി വിജയൻ LDFനെതിരെയും ഒക്കെ നടത്തിയ പല പ്രതികരണങ്ങളാണെന്നാണ് പറയുന്നത്. അതൊക്കെ വ്യാജ പ്രതികരണങ്ങളായിരുന്നു, പിന്നെ തെളിഞ്ഞു. ഇനി ബാക്കി കൂടി ഞാനൊന്ന് വായിക്കാം. ആ 102 എനിക്ക് ഗുരുതുല്യന്മാരായവരും അഭിവന്ദ്യരും സമാദരണീയരുമായ വ്യക്തിത്വങ്ങളുണ്ട്. അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിലേക്ക് മത്സരിച്ചാൽ പോലും കെട്ടിവെച്ച കാശ് തിരികെ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ബഹുഭൂരിപക്ഷം പേരും വിജയിച്ചത് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പിണറായിസത്തിന്റെ മുഖം മൂടി വലിച്ചുകീറി എന്റെ ആരോഗ്യവും ജീവനും സമ്പത്തും വകവയ്ക്കാതെയും പരിഗണിക്കാതെയും സ്ഥാനമാനങ്ങൾ ത്യജിച്ചും രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാതെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞാൻ തുറന്നു കാണിച്ചത് കൊണ്ടാണെന്ന് മറക്കരുത് എന്ന് അദ്ദേഹം പറയണം. അതായത് ഇപ്പോൾ ജയിച്ചിട്ടുള്ള MLA-മാരിൽ പലരും സത്യത്തിൽ കെട്ടിവെച്ച പൈസ പോലും കിട്ടാനൊരു സാധ്യമില്ലാത്ത സൈസ് ആളുകളായിരുന്നു. അവരൊക്കെ ജയിക്കാനുള്ള കാരണം ഞാനാണ് എന്ന് അദ്ദേഹം പറയുകയാണ്, തുറന്നടിക്കുകയാണ്. മലർന്നു കിടന്ന് തുപ്പുന്നവർ ഈ മുന്നണിയുമായി സഹകരിക്കാൻ ഭാവിയിലും തയ്യാറായേക്കാവുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നൽകുന്ന സന്ദേശം എന്താണ് എന്ന് കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രചാരണത്തിനെത്തിയ നിലവിലെ മുഖ്യമന്ത്രി ഒരു യോഗത്തിൽ വെച്ച് ബേപ്പൂരിൽ PV അൻവറിനെ വിജയിപ്പിച്ചാൽ ബേപ്പൂരിനൊരു സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞതിലൂടെ മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടവരുടെ ഉറക്കം കെട്ടിരുന്നു. അത് ഈ K. പ്രവീൺകുമാർ MLA ലക്ഷ്യം വെച്ച് തന്നെ പറഞ്ഞതാണ്, ഉറപ്പാണ്. ഇതും എന്തായാലും പുനഃപരിശോധിക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുകയാണ്. ഇത് കണ്ടപ്പോൾ ബ്രൂട്ടസേ നീയും എന്നെനിക്ക് തോന്നിയില്ല. കാരണം എനിക്കിത് അന്നേ മനസ്സിലായതാണ്. പാളയത്തിലെ ചതിയും പിന്നിൽ നിന്നുള്ള കുത്തും ഏറെ വേദനിപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. എൻ്റെ നിശബ്ദമായ പിൻവാങ്ങലിന് കാരണവും അതാണ്. ചേർത്തു പിടിക്കേണ്ടവരാൽ ചതിക്കപ്പെട്ടു എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ എനിക്ക് ജാളിതയുണ്ട്. അതിൻ്റെ ചരിത്രപരമായ പാരമ്പര്യത്തിൽ നിന്നും ഉണ്ടായിത്തീരുന്നതാണ്. ഞങ്ങൾ ചതിച്ചത് തന്നെയെന്ന് വിളിച്ചു പറയാൻ ഉളുപ്പില്ലാത്തവർ ഉണ്ടെങ്കിൽ ഇനിയും പറയട്ടെ. പക്ഷേ രാവും പകലുമില്ലാതെ എൻ്റെ കൂടെ പ്രവർത്തിച്ച സാധാരണക്കാരായ അങ്ങനെ പ്രവർത്തകരോടൊക്കെ ഇദ്ദേഹം നന്ദി പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് കേട്ടോ. എന്തായാലും KT ജലീൽ ഈ സങ്കടമൊക്കെ കണ്ട ശേഷം അദ്ദേഹം PV അൻവറിനോട് ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത്. ഞാൻ അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു, അവർ ചതിക്കുമെന്ന്. താങ്കളുടെ തുറന്ന പ്രകൃതം തോറ്റു. രാഷ്ട്രീയം വെറും ബിസിനസ്സായി കാണുന്ന കോൺഗ്രസുകാർക്കും ലീഗിനും ഇടയിൽപ്പെട്ട് വീർപ്പ് മുട്ടി മൗനമായി പിന്മാറേണ്ട ആളായിരുന്നില്ല ഷൗക്കത്തിലേക്കാന്റെ മകൻ എന്നാണ് KT ജലീൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലേ. എന്തായാലും ഈ UDF ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ വിജയം സമ്മാനിക്കാൻ കാരണമായത് PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ നടത്തിയ പല വ്യാജ പ്രചരണങ്ങളുമായിരുന്നു. എന്തെങ്കിലും കഴമ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾക്കെന്ന് ചോദിച്ചാൽ ഒരു കഴമ്പും ഉണ്ടായിരുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ കസ്റ്റംസ് പിടികൂടുന്നില്ല, പോലീസ് പിടികൂടുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വലിയ രീതിയിലുള്ള ആരോപണം. അതായത് അവർ പിടികൂടാത്തത് ഇവിടെ പോലീസ് പിടികൂടുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ പിന്നെ കസ്റ്റംസ് പിടികൂടിയില്ലെങ്കിൽ കേരള പോലീസ് പിടികൂടണ്ടേ എന്ന ചോദ്യങ്ങൾ അന്നേ മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രതികരണം അത് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ സഹായിക്കാൻ വേണ്ടിയല്ലേ എന്ന രീതിയിലുള്ള ആരോപണങ്ങളും ആ കാലഘട്ടത്തിൽ ഒരുപാട് ഉയർന്നു വന്ന് നമ്മൾ കേട്ടതാണ്.
ഈ PV അൻവർ ഒരുപാട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി കുമ്പസാരം നടത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഏതെങ്കിലും കള്ളനെ പിടിച്ച് കള്ള നീ കട്ടിരുന്നു എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും കള്ളൻ ഞാൻ കട്ടിരുന്നു എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് PV അൻവറിനെ അവർ പ്രധാനപ്പെട്ട ഒരു ടൂളാക്കി എടുത്തു. VD സതീശൻ പറയുന്നത് മുഴുവൻ നുണയാണെന്നും VD സതീശനിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലെന്നും കണ്ടെത്തിയ ഇവിടുത്തെ മാധ്യമങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധ PV അൻവറിലേക്ക് മാറ്റി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ VD സതീശൻ പഠിച്ച പണി 18 നോക്കി നുണകൾ പയറ്റിയിട്ടും ജനങ്ങൾ VD സതീശനെ വിശ്വാസത്തിലെടുത്തില്ല. അവിടെയാണ് PV അൻവറിന് ഒരുപാട് ജനങ്ങളെ പല രീതിയിൽ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞത്. എങ്ങനെയാണ്? അതായത് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗമായിരുന്നു. നിലമ്പൂരിൽ നിന്ന് ജയിച്ച് MLA ആയ വ്യക്തിയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങൾ സഖാക്കൾക്ക് വളരെ വലിയ രീതിയിൽ തന്നെ പ്രചോദനമായിരുന്നു. കാരണം ആ രീതിയിലായിരുന്നു PV അൻവറിന്റെ ആ സമയത്തുള്ള ഇടപെടലുകളൊക്കെ. പെട്ടെന്ന് തന്നെ PV അൻവറിന്റെ മനം മാറുന്നു, അയാളുടെ ഓന്ത് സ്വഭാവം പുറത്തു വരുന്നു. ശേഷം ആ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് തന്നെ ആ സർക്കാരിനെതിരെ ഇദ്ദേഹം രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പെരുന്നുണകൾ പറയുന്നു. സ്വാഭാവികമായി മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് അത് വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ്. അങ്ങനെ PV അൻവർ പറഞ്ഞതൊക്കെ ആ സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ ആ സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന MLA എന്ന നിലയിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നു. പൊതുവെ സ്വാഭാവികമായും അത് വലിയ വാർത്തയാകുമല്ലോ. ആ ടൈമിൽ തന്നെ PV അൻവറിന് അറിയാമായിരുന്നു എന്തായാലും CPM തങ്ങളെ പുറത്താക്കും എന്ന്, അല്ലെങ്കിൽ LDF തങ്ങളെ പുറത്താക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. പക്ഷേ പുറത്താക്കിക്കൊണ്ടുള്ള കുറിപ്പ് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് UDF എത്തിച്ചേരുക എന്നതായിരുന്നു. UDF എത്തിച്ചേർന്ന് UDF സീറ്റ് ഒപ്പിക്കുക, മത്സരിക്കുക, ജയിക്കുക, മന്ത്രിയാവുക എന്നതായിരുന്നു. പക്ഷേ ഇവിടെയാണ് PV അൻവറിന്റെ എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞിറങ്ങിയത്. PV അൻവർ അങ്ങനെ ഒരുപാട് നുണകൾ പറഞ്ഞ് ഇദ്ദേഹം ഈ പറയുന്ന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നു. മാധ്യമങ്ങൾ മുഴുവൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് PV അൻവറിനെ കാണുന്നു. അദ്ദേഹത്തിന്റെ വാർത്തകൾ വളരെ പ്രാധാന്യത്തോടെ നൽകുന്നു. ശേഷം PV അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളും എടുത്തുകൊണ്ടായിരുന്നു സർക്കാരിനെതിരെ ആക്രമിച്ചുകൊണ്ട് VD സതീശൻ രംഗത്തേക്ക് വന്നത്. പിന്നീട് VD സതീശന്റെ ആ ഒരു മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും PV അൻവറിനെ രംഗത്തേക്ക് ഇറക്കി തന്നെയായിരുന്നു. PV അൻവർ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു, അത് മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുമെന്ന് എന്തായാലും ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് PV അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു UDF ഇത്തവണ ഇലക്ഷനെ നയിച്ചത്. ഈ നുണകൾ പ്രചരിപ്പിക്കാൻ അവർക്ക് കനകൂലി എന്ന് പറയുന്ന ഒരു വലിയ ഒരു അറിയാമല്ലോ, ഒരു ഗിമ്മിക്ക് നമ്പറുകൾ അടിച്ചിറക്കുന്ന ഒരു മുതലും കൂടി ഉണ്ടായിരുന്നു. ആ PR വർക്കിൽ എല്ലാം കൂടി അങ്ങ് അടിച്ച് കയറ്റി വിട്ടപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ പലരും PV അൻവറിനെയും വിശ്വസിച്ചു. പക്ഷേ PV അൻവർ ബേപ്പൂരിൽ അതിദാരുണമായി അദ്ദേഹം തോക്കുന്ന സാഹചര്യമുണ്ടായി. എങ്ങനെയാണ്? PV അൻവർ ഒരു അവസരവാദിയാണെന്നും അദ്ദേഹം ഈ പറയുന്നത് പോലെ സ്ഥാനമാനങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആളാണെന്നും അദ്ദേഹത്തെ പിണക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ദോഷം ചെയ്യുമെന്നും എന്തായാലും VD സതീശൻ എന്ന് പറയുന്ന അയാൾക്ക് അറിയാമായിരുന്നു, ആ രാഷ്ട്രീയ നേതാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ബേപ്പൂരിൽ ഈ മത്സരിപ്പിക്കാൻ വേണ്ടി ഈ PV അൻവറിനെ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി. PV അൻവറിനെ ഇറക്കി എന്നത് മാത്രമല്ല, അവിടെ അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കും എന്ന ഒരു രീതിയിലുള്ള പ്രതീതി ഉണ്ടാക്കുകയും അവിടെ അദ്ദേഹം മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കും എന്ന് അദ്ദേഹത്തെ അങ്ങ് പറഞ്ഞ് ആ രീതിയിൽ അങ്ങനെ ഒരു മോഹം കൊടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ ആ കാലഘട്ടത്തിൽ ആ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ സത്യത്തിൽ ബേപ്പൂരിൽ കൊണ്ടുപോയി PV അൻവറിനെ തോൽപ്പിച്ച് ഇടാനായിരുന്നു സത്യത്തിൽ UDF ശ്രമം നടത്തിയത് എന്നുള്ള കാര്യം ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. കാരണം ഇദ്ദേഹം ജയിച്ച MLA അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യുമെന്ന് അവർക്കറിയാം. കാരണം ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് ഇത്രയധികം നുണ വാർത്തകൾ പ്രചരിപ്പിച്ച ഒരു വ്യക്തി സ്വാഭാവികമായും ഈ UDF സർക്കാരിന്റെ ഭാഗമായി നിന്നാൽ അതിനേക്കാൾ വലിയ ക്ഷീണം ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവർ തന്ത്രപരമായി തോപ്പിസ്താകാനാണ് സാധ്യത എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹം അവിടെ പോയി മത്സരിക്കുന്നു, തോക്കുന്നു. ശേഷം ഇപ്പോഴും ഇദ്ദേഹത്തെ ചേർത്ത് പോലും പിടിക്കുന്നില്ല നേതാക്കൾ എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ ഒരുപാട് അകലത്തിൽ നിർത്തിയിരിക്കുന്നു. ഇപ്പൊ അദ്ദേഹം ഇന്ന് അതിരൂക്ഷമായിട്ട് ഇദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ PV അൻവർ ഇനി CPM വരാൻ പോകുന്നു, അദ്ദേഹം സഖാവാണെന്നുള്ള രീതിയിലുള്ള പല പോസ്റ്റുകളുമായി പോരാളി വാസുമാരൊക്കെ പ്രത്യക്ഷപ്പെടുമായിരിക്കും. സത്യത്തിൽ ഇനി കേരള രാഷ്ട്രീയത്തിൽ PV അൻവറിന് ഒരു ഭാവിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. PV അൻവറിനെ മൊത്തത്തിൽ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അയാൾ ഒരു വാക്കിന് വ്യവസ്ഥതയില്ലാത്ത ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് PV അൻവർ തന്നെയാണ്. ഇന്നൊരു പാർട്ടിയിലെങ്കിൽ നാളെ മറ്റൊരു പാർട്ടിയിൽ. അതാണ് PV അൻവർ എന്ന ഒരു തോന്നൽ
അല്ലെങ്കിൽ അതാണ് PV അൻവർ എന്ന ഒരു ബോധ്യം ജനങ്ങൾക്ക് വന്നിരിക്കുന്നു. എന്തായാലും PV അൻവറിനെ കൊണ്ട് ഇനി ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എങ്കിൽ പോലും എന്തായാലും PV അൻവർ വളരെ വൈകിയാണെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായാലും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് കുറച്ചൊക്കെ വെളിവ് വന്നതിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് എന്തൊക്കെയോ ആയിരുന്നു, എന്തൊക്കെയൊക്കെ ആകാൻ ഒരുപാട് സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ എന്തു പറയാനാണ്, ചിലപ്പോഴൊക്കെ ചിലർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.